ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 670 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിലുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീട് തന്നെയാണ്. ചെറിയ വീടൊക്കെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്രദമായിരിക്കും. എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് ഈ പ്ലാന് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിലും ഒക്കെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 11-12 ലക്ഷം വരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്ലാനും ഇതിൻ്റെ എലിവേഷനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാന്. സിറ്റൗട്ടിൻ്റെ വീതി വരുന്നത് 280, നീളം 150. സിറ്റൗട്ടിൽ നിന്ന് നേരെ ലിവിങ് സ്പേസിലേക്കാണ് കയറുന്നത്. ലിവിങ് സ്പേസിൻ്റെ വീതി 280, നീളം 300 കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം കാണിച്ചിട്ടുള്ളത്. 300 വീതിയും 300 നീളവുമാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ പ്ലാൻ ആയതുകൊണ്ട് അതിനനുസരിച്ച് ഒരു ബെഡ്റൂമിൻ്റെ സൈസാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം സൈസ് തന്നെ ഉണ്ട് ബെഡ്റൂമിന്. പിന്നെ ലെഫ്റ്റിലായിട്ടാണ് ഒരു ബെഡ്റൂം ആഡ് ചെയ്തിട്ടുള്ളത്. 300 വീതിയും 300 നീളവുമാണ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റ് അറ്റാച്ചോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. 150 വീതിയും 150 നീളവുമാണ് ടോയ്ലറ്റിൻ്റെ സൈസ്. പിന്നെ സ്റ്റെയർ കേസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കയറുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ താഴെ ആയിട്ടാണ് ഒരു ടോയ്ലറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. 180 വീതിയും 150 നീളം കൊടുത്തിട്ടുള്ളത്. കിച്ചൺ നോക്കിയാൽ കാണാം, കിച്ചൻ്റെ വീതി 300, നീളം 300 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്ലാൻ. ഇനി ഇതിൽ നമുക്ക് വിൻഡോൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഈ വാള് കണ്ടോ, ഈ ലിവിങ്ങിൻ്റെ സിറ്റൗട്ടിൻ്റെ ഇടയിലുള്ള ഈ വാള്, അതിൻ്റെ വിൻഡോ 2 കള്ളിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന വിൻഡോ, ലിവിങ് സ്പേസിൻ്റെ ഇവിടെ കാണുന്ന ഈ വിൻഡോ 3 കള്ളിയാണ്. പിന്നെ ഈ ബെഡ്റൂമിന് 3 വിൻഡോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോ ഫ്രണ്ടിൽ ഈ കാണുന്ന വിൻഡോ 2 കള്ളിയാണ്. ഇത് 3 കള്ളിയാണ്. ഇത് ടോയ്ലറ്റിൻ്റെ വെന്റിലേഷൻ. ഇത് കിച്ചൻ്റെ വിൻഡോ 3 കള്ളിയാണ്. വെന്റിലേഷൻ, ടോയ്ലറ്റിൻ്റെ വെന്റിലേഷൻ. ഇത് 2 ബെഡ്റൂമിൻ്റെ വിൻഡോ ആണ്. 3 കള്ളിയാണ് ഇതിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് കോമൺ ടോയ്ലറ്റ് ആണ്. ഈ കാണുന്നത് അതിൻ്റെ വെന്റിലേഷൻ ആണത്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്ലാന്. ചെറിയൊരു പ്ലാൻ തന്നെയാണ്. നല്ല എല്ലാ സൗകര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ എലിവേഷൻ നല്ല ഭംഗിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ എലിവേഷനിലൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിവേഷൻ. ഇത് സിറ്റ് ഔട്ട്. ഇത് റൈറ്റ് സൈഡിലെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു പെയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേ ഇത് തന്നെയാണ്, പെയിന്റ് തന്നെയാണ് ഇങ്ങോട്ട് ലിവിങ് സ്പേസിലെ ഈ ഏരിയയിൽ കാണിച്ചിട്ടുള്ളത്. അത് ആ പെയിന്റ് തന്നെയാണ് ഇവിടെ സ്റ്റെയർ കേസിന്റെ ഈ ഭാഗത്ത് കാണിച്ചിട്ടുള്ളതും അതേ പെയിന്റ് തന്നെയാണ്. പിന്നെ അത് ലെഫ്റ്റിലെ ബെഡ്റൂമാണ്. ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ ബ്രിക്ക് ടെക്സ്ചർ ആഡ് ചെയ്തിരിക്കണ്. ആ സെയിം ടെക്സ്ചർ തന്നെയാണ് നമ്മളെ ഈ സ്റ്റെയറിന്റെ ഈ ഒരു ഹാഫ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ലിവിങ് സ്പേസിന്റെ ആ ഏരിയയാണ് ഇവിടെ കമ്പി കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് റൈറ്റ് സൈഡിലെ ആ 2 കള്ളി വിൻഡോ ബെഡ്റൂമിന്റെ. ഇത് റൈറ്റ് സൈഡിലെ 3 കള്ളി വിൻഡോക്ക് ഒരു ബോക്സ് സൺഷെയ്ഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ അടിയിലേക്ക് ഇറങ്ങുകയാണ് ഈ സൺഷെയ്ഡ് 2 കള്ളി. അതിന്റെ താഴെയായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലെഫ്റ്റിലെ ബെഡ്റൂമിന്റെ പ്ലാന്റർ ബോക്സ് ആണ് താഴേക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്ലാന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളും പ്ലാനുകളും ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.